ഇനി നമുക്ക് ഇൻ്റഗ്രേഷനിലെ മറ്റൊരു റിസൾട്ട് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ -i to i dz by z. ആൻഡ് dz by zനെ എനിക്ക് 1/z dz എന്ന് എഴുതാം. 1/zൻ്റെ ഇൻ്റഗ്രൽ അത് log z ആണ്. സോ log z ഈക്വൽ ടു ഇൻ്റഗ്രൽ -i to i 1/z dz ഈക്വൽ ടു log z. ആൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇറ്റ് ഈസ് -i to i. അതാണ് ലിമിറ്റ്സ്. അപ്പോൾ ഇസഡിൻ്റെ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log i എന്ന് കിട്ടും. മൈനസ് ഇസഡിന് ലോവർ ലിമിറ്റ് -i കൊടുക്കുമ്പോൾ log -i എന്ന് കിട്ടും. സോ log i മൈനസ് log -i. ഇനി log iയും log -iയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് log zൻ്റെ ഇക്വേഷൻ log z ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ln ഓഫ് മോഡുലസ് z പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z ആണ് log zൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇസഡിൻ്റെ സ്ഥാനത്ത് i മാത്രമേ ഉള്ളൂ. ഇസഡ് എന്താ i ആണ്. സോ log i ഈക്വൽ ടു ln ഓഫ് മോഡുലസ് i പ്ലസ് i തീറ്റ. ആർഗ്യുമെൻറ്റ് ഓഫ് z മീൻസ് തീറ്റ. തീറ്റ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് ഓഫ് zനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇസഡ് i ആണ്. സോ ഇസഡിന് പകരം i കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടി ലോഗരിതം ഓഫ് i ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡുലസ് i പ്ലസ് i തീറ്റ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ln ഓഫ് മോഡുലസ് ഓഫ് i പ്ലസ് i തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് ln ഓഫ് മോഡുലസ് iയും i തീറ്റയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു കോമൺ ഫോം ആണ്. അപ്പോൾ ഇവിടുത്തെ z i ആണ്, അതായത് 0 പ്ലസ് i ഇൻറ്റു 1 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടെ x 0യും y 1ഉം ആണ്. തീറ്റയുടെ ഇക്വേഷൻ എന്നാ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് ആണ്. നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ്. ഇപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y എത്രയാണ്? 1 ആണ്. x 0യും ആണ്. സോ ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/0. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, അതായത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്റർ 0 വന്ന ഒരു നമ്പർ ഡിഫൈൻഡ് അല്ല. സോ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇൻഫിനിറ്റി ഉപയോഗിച്ചാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി. ഇപ്പം ഏത് വാല്യൂവിനാണ്, ഏത് ആംഗിളിനാണ് ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നത് നോക്കുക. അപ്പോൾ അത് 90 ഡിഗ്രിക്കാണ്. അത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ π/2. π/2 എന്നുള്ള വാല്യൂവിനാണ് ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി. തീറ്റ π/2 ആണെന്ന് കിട്ടി. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ln ഓഫ് മോഡുലസ് i കാണണം. അപ്പോൾ ln ഓഫ് മോഡുലസ് i എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് കാണേണ്ടത് ആണ് കാണേണ്ടത്. നമ്മൾ 6 പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആകുമ്പം സ്മോൾ ലെറ്റർ r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് എത്രയായിരുന്നു? ഇവിടുത്തെ എക്സ് 0യും y 1ഉം ആണ്. സോ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇറ്റ് ഈസ് 0 സ്ക്വയർ ഈസ് 0, 1 സ്ക്വയർ ഈസ് 1. സോ റൂട്ട് 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1 എന്ന് കിട്ടി. അതായത് മോഡുലസ് ഓഫ് i 1 ആണ് ഇവിടെ. അപ്പോൾ ln നാച്ചുറൽ ലോഗരിതം ഓഫ് 1 പ്ലസ് i π/2. ഇനി ലോഗരിതം ഓഫ് 1 എന്താണ്? ഇറ്റ് ഈസ് 0. കാരണം ലോഗരിതം ഓഫ് 1നെ നമുക്ക് 10⁻⁴ എന്ന് എഴുതാം. 10ൻ്റെ പവറായിട്ട് 0 വരും. സോ ലോഗരിതം ഓഫ് 10⁻⁴ എന്ന് പറഞ്ഞാൽ 0 ആണ്. 10ൻ്റെ പവറായിട്ട് ഏത് നമ്പർ വന്നാലും ലോഗരിതം ഓഫ് 10⁻⁻x ആണെങ്കിൽ ആൻസർ x ആണ്. സോ ഇറ്റ് ഈസ് 0. ഒത്തിരി ഒന്നും ഓർക്കേണ്ട. ലോഗരിതം ഓഫ് 1 0 എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് i തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു π/2 ആണ്. സോ 0 പ്ലസ് i π/2 എന്ന് വരും. അപ്പോൾ log i നമുക്ക് കിട്ടി, i π/2 എന്ന് കിട്ടി. അങ്ങനെയാണ് log -i എന്തായിരിക്കും? മൈനസ് ഓഫ് i π/2. അപ്പോൾ ഈ കിട്ടിയ രണ്ട് വാല്യൂസും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. log i π/2 ആണ്. log -i മൈനസ് ഓഫ് i π/2 ആണ്. ഇടയ്ക്ക് ഇവിടെ ഒരു മൈനസ് ഉള്ളത് അവിടെ ഇട്ട് കൊടുത്തു. ഇനി ഈ രണ്ട് മൈനസുകൾ ചേർന്ന് എന്താകും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ ഇറ്റ് ഈസ് i π/2 പ്ലസ് i π/2 ആൻഡ് ദ ആൻസർ ഈസ് i π. i πയുടെ പകുതിയും ഇവിടെ i πയുടെ പകുതിയും ആഡ് ചെയ്തു. പകുതി ആഡ് ചെയ്യുമ്പോൾ ഒരു ഫുൾ i π വന്നു. i π ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ -i to 1 + 4i
ഇസഡ് സ്ക്വയർ ഡി ഇസഡ് കണ്ടുപിടിക്കണം. സോ ഇസഡ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇസഡ് ക്യൂബ് ബൈ 3. ലിമിറ്റ്സ് കൊടുത്തു. ഇനി അപ്പർ ലിമിറ്റ് 1+4iയും ലോവർ ലിമിറ്റ് -iയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇസഡിന് പകരം 1+4i വരുമ്പോൾ 1+4i ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് ഇസഡിന് പകരം -i വരുമ്പോൾ -i ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി 1+4i ദ ഹോൾ ക്യൂബിനെ നമ്മൾ a+b ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്, ബിയുടെ സ്ഥാനത്ത് 4i ആണ്. a ക്യൂബ് എന്ന് വരെ പറയുമ്പോൾ 1 ക്യൂബ് പ്ലസ് 3a² b എന്ന് പറയുമ്പോൾ 3 × 1² × 4i പ്ലസ് 3ab² ഈസ് 3 × 1 × 4i ദ ഹോൾ സ്ക്വയർ പ്ലസ് b ക്യൂബ് ദാറ്റ് ഈസ് 4i ദ ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ് -i ദ ഹോൾ ക്യൂബ് ബൈ 3 ആയിരുന്നു. അപ്പോൾ -i ദ ഹോൾ ക്യൂബ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. -i × -i × -i. അപ്പോൾ ആദ്യം നമുക്ക് മൈനസുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. സോ മൈനസ് ഇവിടെ കൊടുത്തു. ഇനി i × i സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് -1. സോ -1 × i എന്ന് വരും. സോ -1 × i എന്ന് കൊടുത്തു. അപ്പം നെഗറ്റീവ് ഓഫ് -1 × i എന്ന് വന്നു. ഈ രണ്ട് നെഗറ്റീവുകൾ ചേർന്ന് പോസിറ്റീവായി 1 × i ആയി. അപ്പോൾ പോസിറ്റീവ് i ആണ് -i ദ ഹോൾ ക്യൂബിൻ്റെ ആൻസർ. സോ ഞാൻ ഇവിടെ -i ദ ഹോൾ ക്യൂബ് നമുക്ക് i എന്ന് കിട്ടി. ബൈ ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്റർ 3 കൊടുത്തു, i/3 എന്ന് കൊടുത്തു. അപ്പം എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എനിക്ക് കോമൺ ഡിനോമിനേറ്റർ ഇടാം. ഇനി 1 ക്യൂബ് ഇറ്റ് ഈസ് 1 ഇറ്റ് സെൽഫ്, 1 × 1 × 1 1 തന്നെ. 3 × 1² × 4i, 1² 1 തന്നെയാണ്. 3 × 1 3, 3 × 4 12i എന്ന് വന്നു, അതിവിടെ കൊടുത്തു. ഇനി 3 × 1 × 4i². അപ്പം 3 × 1 3 തന്നെ, 4i² എന്ന് പറയുമ്പോൾ 4i × 4i ദാറ്റ് ഈസ് 16i² എന്ന് വരും. i² ഈസ് -1. അപ്പോൾ 16 × -1 -16, -16 × 3 -48, അത് -48 എന്ന് വരും. ഇനി 4i ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4i × 4i × 4i. സോ 4i × 4i × 4i എന്ത് വരും? 4i × 4i × 4i എന്ത് വരും? 4 × 4 16, 16 × 4 64i³ എന്ന് വരും. i ക്യൂബ് i × i × i, i × i i² ആണ്, ഇറ്റ് ഈസ് -1, -1 × i -i എന്ന് വരും. ദാറ്റ് ഈസ് -64i എന്ന് വരും ആൻസർ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. -64i -i/3 ആയിരുന്നു. അപ്പോൾ ബൈ 3 ഞാൻ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുത്തു, -i എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്ക് റിയൽ പാർട്ടുകളെല്ലാം കൂടെ കൂട്ടാം, ഇമാജിനറി പാർട്ടുകളെല്ലാം കൂടെ കൂട്ടാം. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്തവയാണ് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് i ഉള്ളതും. അപ്പോൾ 1 -48 ദാറ്റ് ഈസ് -47. ഇനി 12i ഉണ്ട്, പിന്നെ -64iയും -iയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ കൂടുമ്പോൾ -64iയും -i അത് -65i എന്ന് വരും, പ്ലസ് 12i. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സൈൻ പോസിറ്റീവ്, ഒരെണ്ണത്തിൻ്റെ സൈൻ നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ 65ൽ നിന്ന് 12 പോകുമ്പോൾ 53 വരും. വലുതിൻ്റെ സൈൻ നെഗറ്റീവാണ്, സോ -53i എന്ന് ഞാൻ കൊടുത്തു. സോ -47 -53i ഡിവൈഡഡ് ബൈ 3 കൊടുത്തു. സോ ഇറ്റ് ഈസ് -47/3 -53/3i. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ.